ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു എന്താണ് ഇതൊരു ചലഞ്ച് ആയിട്ടാണ്. ചലഞ്ച് എന്നാണ് അതിന് പറയാതറിയില്ല കേട്ടോ. സിനിമ പേരൊക്കെ വെച്ചിങ്ങനെ ഒരാളെ സിനിമ പേര് എഴുതുക, എന്നിട്ട് നിങ്ങളെ കാണിക്കും, എന്നിട്ട് എഴുതുന്ന ആളത് അഭിനയിച്ച് കാണിക്കും, മറ്റേ ആളും അത് പറയണം. അത് ഓക്കെ. ഐ ആം വെരി മച്ച് എക്സൈറ്റഡ്. പക്ഷെ സിനിമ പേര് പോറ്റിറങ്ങിയിട്ടില്ല. പാടുള്ളത് അഭിനയിച്ച് കാണിക്കട്ടെ. പക്ഷെ ഞാൻ എഴുതുമ്പോ നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് എങ്ങനെയാ? ശരി ഞാൻ എടുക്കാം. എന്റെ പുറത്തൊന്നും എഴുതുന്നേ ഇല്ലെന്നേ. ഇല്ല, എനിക്കൊന്നും കാണാൻ വയ്യ. അല്ല, എഴുതുന്ന സമയം ക്യാമറ നല്ലവരത്തന്നെ കാണിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇയാളെ മാറ്റി പറയില്ലെന്ന് എനിക്കറിയത്തില്ലല്ലോ. കാണിച്ചോ? നീ മാറ്റി എനിക്ക് തിരിയാവോ? റെഡി. ഇനി ഒരു ഡൗട്ട് ആ സിനിമ ഉണ്ടോന്ന്. ഓക്കെ 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 റെഡി. ഞാൻ റെഡി. കാണി മിണ്ടരുതേ, മിണ്ടരുത്. റെഡി. എന്തേലും കാണീര്. അറ്റൻഷൻ. പോലീസ്. പിന്നെന്താ ഇങ്ങനെ കാണിക്കുക? പിന്നെന്താ സല്യൂട്ടല്ലാതെ വേറെ പോലീസ്, സ്കൗട്ട്, പിന്നെന്താ ഞാൻ സിനിമ പേരല്ലേ? മലയാളമല്ലേ? പറ. എനിക്ക് വേറെ എന്തെങ്കിലും കൊടുക്കുക. ഈ അക്ഷരമാണെന്നാ പറയുന്നത്, പിന്നെ ഇതാണെന്നാ പറയുന്നത്. എന്താണ് പറയുന്നത്? ഒറ്റ വാക്ക്, ഒരു വാക്ക്. പോലീസ്. പോലീസിൻ്റെ വേറെ കമ്മീഷണർ, പിന്നെ കുറച്ചുകൂടെ വലുത്. കമ്മീഷണറൊക്കെ ഐ ജി. പിന്നെ വേറെ എന്തെങ്കിലും ഒരു ക്ലൂ കാണില്ലേ? ഇത് ഞാനല്ല, നീയാ നോക്കുന്നേ. ഇത് ഞാൻ പറയാതിരുന്ന ഇയാളെ നോക്കുന്നേ. അതെ, എന്നെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴാണ് ഇയാൾ ജയിക്കുന്നേ. അതെന്തൊരു കളിയാക്കി? ഇതിന് എളുപ്പമല്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നിടത്തല്ലേ ഇയാള് ചെയ്യാം. ഒരു വാക്ക്. പോലീസ്. പോലീസിന്റെ വേറെ പട്ടാളം. അയ്യുണ്ട്. അല്ല, ഇത് കാണിക്കണം. അയ്യോ, ഇത്ര എളുപ്പമുള്ളതാ ഇത്. തേച്ച പരിപാടിയാണ്. ഇത്ര എളുപ്പമുള്ളതാ ഇയാൾ കാണിക്കുക. ഇയാൾക്ക് കാണിക്കാൻ എളുപ്പമുള്ളത് എനിക്കൊണ്ട് വന്നിട്ട് അതാണ് ഇങ്ങനെ കാണിച്ചത്. ഞാൻ കാണുന്നില്ല എന്റെ ഗുരു. ക്യാമറ. റെഡി. മോഹൻലാല്. അതിങ്ങനെയാ മോഹൻലാല്. ശരി, മോഹൻലാല്. തലക്കെട്ട്. തലക്കെട്ടും ഗൗണും. മോഹൻലാല്. തലക്കെട്ടും ഗൗണും. ഈ അടുത്തുള്ള സിനിമ. വേറെന്തെങ്കിലും കൂടുക? പടമില്ലേ? സിനിമ നല്ല പടമാണ്. സിനിമ കണ്ടില്ലേ? സിനിമ കണ്ടില്ലേ? നമ്മൾ കണ്ടില്ലേ? ഞാൻ കണ്ടില്ലെന്ന്. നമ്മൾ രണ്ടുപേരും കണ്ടില്ല സിനിമ. ആരും കണ്ടില്ലേ? ആരും കാണാത്ത സിനിമ പോയി ഞാനിങ്ങനെ പറയുന്നത്. ഈ അടുത്ത് ആരും കണ്ടിട്ടില്ലാത്ത സിനിമ. മറ്റേ ഇതാ റിലീസ് ആവാത്ത പടം. അത് മറ്റേ പ്രിയദർശൻ്റെ മറ്റേ ഇത്. അവിടെ പേരെന്താ? പേര് ഇപ്പൊ എല്ലാരും പേരിക്കുവേ അറിഞ്ഞിട്ട് പറയാതിരിക്കണേ. അത് ഇല്ല, പടത്തിന്റെ പേര് തന്നെ മറന്നു.
ഇപ്പം റിലീസാകാൻ പോകുന്ന പടമല്ലേ? എനിക്ക് മനസ്സിലായി, പടം ഏതാന്ന് മനസ്സിലായി. മറ്റേ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ. പടം മരക്കാർ അർജുൻ. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ടുള്ളതൊക്കെയാണ്. ഇതൊക്കെ നിസ്സാരം, ഇയാൾക്ക് കാണിക്കാൻ എളുപ്പമുള്ളത് അയാൾ എല്ലാം എഴുതി വെക്കുന്ന കേട്ടാ. ഓക്കെ, ഒരു 5-6 വാക്കുകളൊക്കെ ഇന്ന് അഭിനയ സാധ്യതയുള്ളതൊക്കെ എഴുതൂ. പിന്നെ എന്തിനാ ഈ കളി കളിക്കാന്ന് പറഞ്ഞിട്ടൊന്ന്. റെഡി? കല്യാണം. കല്യാണത്തിന്റെ വേറെ മംഗല്യം, വെഡിങ്, ഒറ്റ വാക്ക്. കല്യാണം ഒറ്റ വാക്ക്. കല്യാണം തന്നെ ആണോ? കല്യാണം, തിരുമണം. കല്യാണം അല്ലാതെ വേറെ എന്താന്ന്? വേറെ തന്നെയാണ്. മീശ, മീശ, കഴുത. എന്തെങ്കിലും കാണിച്ചാലേ പറയാൻ പറ്റും. മീശ, 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 എൻ്റെ തടി. മീശ ആണ്. ആണ് പുറത്ത് ബാഗിട്ട്. തേങ്ങയിരുമി, കല്യാണരാമൻ. അത് നൈസ് ക്ലൂ ആയിരുന്നു. ഒരു കാര്യം ചെയ്യ്, ഒരു 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 പാട്ടിൻ്റെ ഒരു ലൈൻ എഴുതും, അത് പറഞ്ഞേപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് അഭിനയ സാധ്യത കൂടുതൽ. ഒരു പാട്ട്, സിനിമയൊക്കെ എങ്ങനെയെല്ലാം പറ്റിയിട്ട് ഒരു പാട്ടിൻ്റെ ആദ്യ ലൈൻ. എനിക്കാണെങ്കിൽ പാട്ടിട്ട് അറിയത്തില്ല. നീ അഭിനയിച്ച് ഇന്ന് തകർക്കും കേട്ടാ. വല്ലോ റെഡി. അങ്ങോട്ടേന്ന് അഭിനയിക്കും, എങ്കിലല്ലേ ഞാൻ കടയിൽ നിന്ന് ഉണ്ടാവും. പാട്ടല്ലേ? പൂവ്, പൂ, 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 പൂ. തെറിയുന്നല്ലേ? ആ ശരി, പോട്ടെ. പൂ വന്ന്. ഓക്കെ, പൂവ്, വീണ്ടും പൂവ്. അതേ ഉള്ളോ? അടുത്തത് പറ, എങ്കിലല്ലേ കണക്ട് ചെയ്യാൻ പറ്റൂ. കണ്ണെഴുതി ഞാൻ മനുഷ്യൻ, പുരുഷൻ കണ്ണെഴുതി ഞാൻ കണ്ണില് പൂവ്. ആദ്യത്തെ വാക്ക് പൂവാന്നോ? പൂ, 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 പുഷ്പം, മലർ. പൂവേ പൂവേ പാലപ്പൂവേ, പൂമാനമേ, പുത്തുമ്പി, പുത്തുമ്പി കുള്ളമ്മ. പിന്നെ പൂ, വേറെ എന്തെങ്കിലും കാണില്ല. ഈ കണ്ണ് കാണിച്ചിട്ട് എങ്ങനെ? പൂവ്, പൂവേ, പൂവേ, പൂ. എന്താ ഇത്? പൂ പറിക്കാൻ പോരുമോ? പൂവ്, മുള്ള്, റോസാപ്പൂ, മുള്ള്. വേറെ പൂവ്, പൂവ്, മുള്ള്, മുള്ള്, പൂ, മുള്ള്, പൂമുത്തോളെ. ഇങ്ങനെ കാണിച്ചോണ്ടിരുന്ന എന്താ? ഇയാൾ എന്തെങ്കിലും ക്ലൂ തരണം. ഇങ്ങനെ 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 ഒന്നും അടിച്ചൊന്നും എനിക്ക് വരത്തില്ല. എന്തെങ്കിലും സാധനം അടുത്ത വാക്ക് പറ, വേറൊരു വാക്ക് പറ. അതിനടുത്തുള്ളത് ഒരു വരിയിൽ വേറൊരു വാക്ക് പറ. ഞാൻ കണ്ണ്, കണ്ണ്,
കണ്ണ്, നയനം, പൂവാട്ടി, ഊഞ്ഞാലാട്ടി, തോറ്റോന്നു ഞാൻ തോറ്റെന്നോ? അതൊക്കെ ചോദിച്ചാ പോരായിരുന്നോ? പറ എന്നാലും. പൂക്കൾ പനിനീർ പൂക്കൾ. അതെങ്ങനെയാ കാണിച്ചേ? പൂക്കൾ പനിനീർ പൂക്കൾ. പനിനീർ പൂവെന്ന് പറയുമെങ്കിൽ അതിന്റെ കൂടെ നിങ്ങളെ ഒപ്പിക്കണമായിരുന്നു. അങ്ങനെ നീ കിട്ടിയേ. പിന്നെ മറ്റേതൊക്കെ ഇയാൾ ഈസിയോടെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. ഇതെന്ത് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഇനി നിങ്ങൾ എടുത്തോ. ഞാൻ തകർത്ത് മറക്കുന്നു. തകർക്കാൻ എന്തോന്ന്? ഞാനല്ലേ കാണിച്ചിരുന്നു. എന്റെ പെർഫോമൻസ് ആണ്. ഇത് തിരിഞ്ഞാ കാണുന്നേ. മോഹൻലാല്. പഴയ പടം. ചിലമ്പ്. മണിച്ചിത്രത്താഴ്. മണി കിലുക്കം. അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? സിനിമ അറിയത്തില്ലേ? കിലുക്ക് രേവതിയൊക്കെ ഉള്ളേ. ആറ് വാക്ക്. മോഹൻലാല്. ആറാം തമ്പുരാൻ. ഇതെന്താ ഇതൊക്കെ പെട്ടെന്ന് പറയുന്നു. പാട്ട്. സത്യത്തില് ഇത് പെട്ടെന്ന് ഒരാളുണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു. പക്ഷെ ആരുമില്ല. നമ്മൾ അനാഥരാണ് ചേട്ടാ. നമുക്ക് ആരുമില്ലാത്തവരാണ്. ഞങ്ങൾ കൂത്താട്ടോളക്കാർക്ക് ആരുമില്ല. ഞാൻ കണ്ണടച്ചിരിക്കാം. ഞാൻ പാടാം. സിമ്പിളാണ്. അയ്യോ, ഞാൻ പറയാൻ പാടില്ലേ. നീർമിഴി. കണ്ണുനീർ തുള്ളിയെ. കണ്ണുനീർ മിഴിയോരം. അതെ, ഞാൻ പറയുന്ന മിഴിയോരം. കണ്ണുനീർ. പൂവ്. കണ്ണീർ പൂവിന്റെ കവിളി തലടയാ. ഞാൻ പാടാൻ പോലെ സമ്മതിച്ചില്ല. വീട്ടില് കായ്. അയ്യോ, അതില്ലേ? അപ്പൊ ഇന്ന് ഇത് മതിയില്ല നമുക്ക്. ഞങ്ങളിവിടെ ചുമ്മാ ബോറടിച്ചിരുന്നപ്പോ ചെയ്തതാ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. സഹിക്കാൻ. നിങ്ങളെ തല കാണുന്നില്ല മനുഷ്യ. ചെറങ്ങിച്ചു. അപ്പൊ ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഇതുപോലത്തെ ചലഞ്ച് ഉണ്ടെങ്കിൽ ഇനിയും പറയണേ.